കണ്ടവൻ പീഡിപ്പിച്ച് ഗർഭചിത്രം നടത്തിയതിന്റെ പേരിൽ ന്യായീകരിച്ച് ജയിലിൽ കിടന്ന് ഉണ്ട നിന്നുകൊണ്ടിരിക്കുന്ന രാഹുൽ ഈശ്വറിന്റെ ഒരു പ്രതികരണം ഇന്ന് കേൾക്കാനിടയായി. ആ പ്രതികരണം കേട്ടപ്പോൾ നിങ്ങളെ കൂടി കാണിക്കണമെന്ന് കരുതി. കാര്യം ഇപ്പോഴത്തെ കോൺഗ്രസ്സുകാരുടെയും സുഡാപ്പികളുടെയും ഒക്കെ അഭിനവ ഹീറോയാണല്ലോ. വരും കാലങ്ങളിൽ പിണറായിയെ തകർക്കാൻ വന്ന ലേറ്റസ്റ്റ് അവരുടെ വജ്രായുധമായിരുന്നു. ജയിലിൽ 4 ദിവസം നിരാഹാരം കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ പിണറായിയെ വിറപ്പിക്കുമെന്നൊക്കെയായിരുന്നു കരുതിയിരുന്നത്. ഇപ്പോൾ വിറപ്പിച്ച് എന്തായി എന്ന് ഇന്നിപ്പോ 11ാമത്തെ ദിവസം ജയിൽ കസ്റ്റഡിയിലേക്ക് വിട്ട സന്ദർഭത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞ വാചകം നിങ്ങളൊന്ന് കേൾക്കണം. അത് കേട്ടതിന് ശേഷം ആ ഉഡായിപ്പിന്റെ അടുത്ത് നമ്മൾ ഒരു വെല്ലുവിളി മുന്നോട്ട് വയ്ക്കുകയാണ്, ഒരു വമ്പൻ ഓഫർ കൊടുക്കാൻ പോവുകയാണ്. നിങ്ങൾ ആദ്യം ആ പ്രതികരണം ഒന്ന് കേട്ടെ. ദിലീപിന് നീതി കിട്ടിയത് സന്തോഷം. മാധ്യമങ്ങളോടെ വിജയഭേരി മുഴക്കുകയല്ല, പക്ഷേ ദയവായി ഞങ്ങളെ പോലുള്ളവർ കുടുക്കപ്പെടുമ്പോ, കള്ളക്കേസിൽ കുടുക്കപ്പെടുമ്പോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. രാഹുൽ നിരാഹാരം അവസാനിപ്പിച്ചത് കിഡ്നിയിലേക്ക് പ്രശ്നമാവുന്നു എന്ന് ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ടാണ് 4 ദിവസം വെള്ളമില്ലാതെ കഴിഞ്ഞു, 5 ദിവസം ആഹാരം ഇല്ലാതെ കഴിഞ്ഞു. ശ്രീ ദിലീപിന് നീതി കിട്ടിയത് സന്തോഷം. അതിൽ മാധ്യമങ്ങളെ കുറ്റം പറയുകയല്ല, പക്ഷെ നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കണം. 11 ദിവസമായി ആലോചിച്ച് നോക്കൂ. 11 ദിവസമായി സ്റ്റേഷൻ ജാമ്യം തരേണ്ട കേസാണ്. 11 ദിവസമായി. സന്തോഷമല്ലേ വേണ്ടത് ശ്രീ ദിലീപിന്റെ കാര്യം കേട്ടല്ലോ. 4 ദിവസം ഞാൻ നിരാഹാരം കിടന്നു. എന്താ നിരാഹാരം നിർത്തിയത്? എൻ്റെ കിഡ്നി കംപ്ലൈന്റ് ആവും അത്ര. അതായത് ഒരു കാര്യം നമ്മൾ ആദ്യമേ ചലഞ്ചായിട്ട് വയ്ക്കുകയാണ്. രാഹുൽ ഈശ്വർ ഒന്ന് പുറത്തിറങ്ങി, അതായത് ജയിലിൽ ആരും കണ്ടില്ലല്ലോ, ഇടയ്ക്കിടയ്ക്ക് വായിൽ കൂടെ പോയില്ലെങ്കിൽ ട്രിപ്പിട്ട് സാധനം ഇറക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ, ഗ്ലൂക്കോസ് ഉൾപ്പെടെ ഉള്ളത് ഇറക്കി. പിന്നെ വായിലൂടെ വെള്ളം കുടിക്കുന്നുണ്ടോ ഇല്ലയോ നമ്മൾ കണ്ടിട്ടില്ല. പോലീസുകാർ ഇതിനെ സംബന്ധിച്ചോ ജയിൽ ഉദ്യോഗസ്ഥരോ പ്രതികരിക്കുന്നുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാണ്, പുറത്തിറങ്ങിയിട്ട് അടിച്ചില്ല എന്നൊക്കെ പറയുന്ന പോലെ ആക്ഷൻ കാണിക്കുന്നുണ്ട്.